വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു പ്രത്യേകതര എപ്പിസോഡാണ്. കൺമണിയെ കാണിക്കുന്നില്ല. 2 എപ്പിസോഡായിട്ട് ഇപ്പോൾ കൺമണിയെ കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കൺമണി ഇനി മാറിയിട്ട് പുതിയ ആരെങ്കിലും കൺമണിയായിട്ട് വരുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതോ കഥയുടെ പോക്കിങ്ങനെയാണോയെന്നും എനിക്കറിയില്ല. എന്തായാലും പിന്നെ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് എപ്പിസോഡിൽ മിക്ക ഭാഗങ്ങളും വരുന്നത്. പിന്നെ ദേവജിയുടെ എൻട്രി നാളത്തെ എപ്പിസോഡിൽ കാണും. ഇന്നത്തെ എപ്പിസോഡിൽ ദേവജി വരുന്നതായിട്ടേ പറയുന്നുള്ളൂ. നാളത്തെ എപ്പിസോഡിൽ ദേവജി വരും. മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ എല്ലാം കലങ്ങി തെളിയാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിലുള്ള ഒരു സീനാണിത്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന അമ്മായിമാരെയാണ്. അമ്മായിമാർ 3 പേരും ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ് ഇക്കാര്യമൊക്കെ അറിഞ്ഞിട്ട്. അങ്ങനെ ഒരമ്മായി വന്നിട്ട് പറയുന്നുണ്ട്, അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്, കൺമണിയെ ഇവിടുന്ന് പുറത്താക്കി, ഇനി കൺമണിയെ തിരിച്ചെടുക്കില്ല എന്ന് തന്നെയാണ് പറയുന്നതെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് മറ്റൊരമ്മായി പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ നമ്മുടെ വീടിൻ്റെ കാര്യം എന്താവും? നമ്മുടെ വീടപ്പോൾ ഇനി ജപ്തിയിൽ പോവുമോ? അവൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലേ ലോൺ കിട്ടൂ. ജോലിയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ലോൺ അടയ്ക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മറ്റൊരമ്മായി പറയുന്നുണ്ട്, എന്തായാലും അവളെ വിളിക്കാം, അവളുടെ അടുത്ത് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ കൺമണിയെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും. അങ്ങനെ ഉടനെ ഇവർ 3 പേരും ഇവിടെ ചേർന്ന് പിന്നെ ശ്രീനിവാസനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീനിവാസൻ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് കൺമണിയോടെ അത് പറയാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട് കൺമണി ഇവിടുന്ന് പോയിട്ടുണ്ട് ഓഫീസിലേക്കെന്ന്. ആ സമയത്ത് അമ്മായിമാർ പറയുന്നുണ്ട്, അങ്ങനെ കള്ളമൊന്നും പറയണ്ട, കൺമണി എങ്ങോട്ട് പോയിട്ടില്ല, ഇവിടെ അവൾ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഇല്ല അവൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. പിന്നീട് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, അല്ല അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞല്ലോ, എന്താ പ്രശ്നം എന്ന്. അപ്പോഴത്തേക്ക് അമ്മായിമാർ പറയുന്നുണ്ട്, ഇവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ, നിങ്ങൾക്കറിയോ ആ കൺമണി ഉണ്ടല്ലോ, അവൾ അലിഗയെ ചതിച്ചിട്ട് മുങ്ങി നടക്കുക, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടുന്ന് സസ്പെൻഷനും ഡിസ്മിസിൽ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അമ്മായിമാർ. ഇതൊക്കെ കേട്ട് നമ്മുടെ അച്ഛൻ ഞെട്ടി നിൽക്കുവാണ്. ശേഷം അമ്മായിമാർ കോള് കട്ട് ചെയ്യും. അങ്ങനെ കോള് കട്ട് ചെയ്ത ശേഷം ശ്രീനിവാസൻ പെട്ടെന്ന് കൺമണി വിളിക്കുന്നുണ്ട്. കൺമണി വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ ശ്രീനിവാസൻ ആണെങ്കിൽ മൊത്തത്തിൽ പേടിയാവും. അങ്ങനെ ശ്രീനിവാസൻ നേരെ ധനലക്ഷ്മിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ധനലക്ഷ്മിയാണ് കാണിക്കുന്നത്. ധനലക്ഷ്മി ആണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ നൈസായിട്ട് അവിടെ ഇരുന്ന് വലിയ കാര്യത്തിൽ ഫോണിൽ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ചെവിയിൽ ഇയർപോഡും കുത്തിക്കയറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ട് നമ്മുടെ ശ്രീനിവാസൻ വരുന്നത്. എന്നിട്ട് ശ്രീനിവാസൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി നീ എൻ്റെ കൊച്ചിന് എന്താ ചെയ്തതെന്ന്. ആ സമയത്ത് ധനലക്ഷ്മി ആണെങ്കിൽ ഈ പൊട്ടീനെ പോലെ എന്തിനും എനിക്ക് കേട്ടുകൂടാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവസാനം ഇയർപോഡ് ഊരിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന്. ആ സമയത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട്, നീ എൻ്റെ കൊച്ചിനെ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം, നീ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത് അവളെ വെള്ളം പതിപ്പിച്ച് കിടത്തി നീ അവളുടെ തലയ്ക്ക് മീതെ വിളക്ക് കൊളുത്തുമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നിനക്കറിയാം എൻ്റെ മോളെ എന്ത് ചെയ്തെന്നുള്ള കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ശ്രീനിവാസൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നീ പറഞ്ഞോ, നീ എന്താ അലികയിൽ വിളിച്ച് എൻ്റെ കൊച്ചിനെതിരെ പറഞ്ഞതെന്ന്, അവളെ എന്തോ നീ അവൾക്ക് എതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ധനലക്ഷ്മി പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതേ, ഞാൻ തന്നെ അവളെ വിളിച്ച് പറഞ്ഞത് അവളുടെ ജോലി കളയിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയി കേസ് കൊടുന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീനിവാസനാണെങ്കിൽ അരച്ചിൽ ട്രാക്കൊക്കെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞിട്ട് ശ്രീനിവാസൻ നല്ലൊരു പുരുഷൻ എന്ന നിലയിൽ ഉയർത്തെണീച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഉയർത്തെണീച്ചിരിക്കുകയാണ്. അങ്ങനെ ശ്രീനിവാസൻ കൈ നിവർത്തി ധനലക്ഷ്മിയുടെ ചെപ്പക്കുറ്റിയൊക്കെ ഒറ്റ അടി കൊടുക്കുകയാണ്. ആ അടിയിൽ ധനലക്ഷ്മി അങ്ങ് ഫ്ലാറ്റ് ആവുകയാണ്. എന്നിട്ട് ധനലക്ഷ്മി പേടിച്ചു പോകുന്നുണ്ട് നല്ല രീതിയിൽ. ധനലക്ഷ്മി സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇപ്പോൾ ഒരടി കിട്ടുമെന്ന്, അതും പ്രത്യേകിച്ച് നമ്മുടെ ശ്രീനിവാസൻ്റെ കയ്യിൽ. അങ്ങനെ ധനലക്ഷ്മിയുടെ കണ്ണീന്നും തലേന്നും എല്ലായിടത്തുനിന്നും പൊന്നീച്ച പറന്ന് നിൽക്കുവാണ് ധനലക്ഷ്മി കവള് തലോടിക്കൊണ്ട്. പിന്നീട് നമ്മുടെ ശ്രീനിവാസൻ കുറച്ചുകൂടെ ഹീറോയിസ്റ്റിക് മൂവ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കത്തി എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ എടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ധനലക്ഷ്മിയുടെ തലയ്ക്കും താഴോട്ട് ആക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എല്ലാം കൂടെ കണ്ടിട്ട് ധനലക്ഷ്മിക്ക് ഇത് സത്യമാണോ സ്വപ്നമാണോ എന്നൊന്നും മനസ്സിലാവാത്ത രീതി നിൽക്കുന്നുമുണ്ട്. അങ്ങനെ കൈകൂപ്പി നമ്മുടെ ധനലക്ഷ്മി ഞാൻ എല്ലാം പറയാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പം അവളെ കാണാതായാലും എനിക്ക് ഒരു പങ്കുമില്ല അച്ഛാ, ഈ കാര്യത്തിൽ ഞാൻ നിസ്സഹായമാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവളെ എന്ന് പറയുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ശ്രീനിവാസൻ കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്നെ വലിച്ച് കീറി ഒട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് നല്ല പഞ്ച് ഡയലോഗ് അടിച്ച് നമ്മുടെ ശ്രീനിവാസൻ ആദ്യമായിട്ട് നല്ലൊരു കാര്യം ചെയ്ത സന്തോഷത്തിൽ
പോകുന്നുണ്ട്. ഇത്രയും നേരം അയ്യോ എന്നെ കൊല്ലുന്നേന്ന് പറഞ്ഞ് പേടിച്ച് നിന്ന ധനലക്ഷ്മി നമ്മുടെ ശ്രീനിവാസ് അങ്ങ് പോയതിന് ശേഷം വലിയ ഇതിൽ ജാട കാണിച്ച് ഉയർത്തെണീക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ധനലക്ഷ്മി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ ധനലക്ഷ്മി പേടിച്ചാണ് നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്ന മറ്റൊരു സീനാണ്. ആ സീനിൽ അലികയാണ്. അലികയിൽ ക്രിഷും പിന്നെ മഹിയും കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ മഹി ചോദിക്കുന്നുണ്ട്, എടാ എന്നാലും കൺമണി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒട്ടും കരുതിയില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ക്രിഷ് പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നില്ല കൺമണി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അത് മാത്രമല്ല, നമ്മൾ മാത്രമല്ല വേറെ ആരെയും അവൾക്ക് ചതിക്കാൻ പറ്റില്ല, അവൾ അത്രയ്ക്ക് നല്ലവളാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഗൂഢാലോചന നടന്നെന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ ഒരു കോൾ വരുന്നുണ്ട്. അത് മാനസയാണ്. മാനസ വിളിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ കൃഷ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, നീ അറിഞ്ഞ കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നീ അറിഞ്ഞത് കൺമണി അലിക്കെന്ന് പിരിച്ചുവിട്ടതാണെങ്കിൽ അത് സത്യമാണ്. പിന്നെ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാനസയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യവും വരുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണനോട് മാനസ പറയുന്നുണ്ട്, പക്ഷെ എന്തായാലും കൺമണി ഇങ്ങനെയെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കമ്പനിക്ക് ഒരു ചീഫ് ഡിസൈനറിന് അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഉള്ള വിദ്യയെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷെ എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് കൃഷ്ണന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കൃഷി കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് മാനസയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മാനസ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. മാനസ ചിന്തിച്ച് നിൽക്കുന്ന ഇതായിരിക്കും, അതായത് കൺമണി പോയെന്നറിഞ്ഞിട്ട് അവന് കൺമണിയോട് എന്തോ സ്നേഹമാ എന്ന രീതി ആയിരിക്കണം മിക്കവാറും ചിന്തിച്ച് നിൽക്കുന്നത്. പിന്നീട് കൃഷി മഹിയെ എടുത്ത് ചോദിക്കുന്നുണ്ട്, കൺമണിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം വല്ലതും കിട്ടിയോ, അവൾ എവിടെയാണെന്ന് മറ്റും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന്. അപ്പോഴത്തേക്ക് കൃഷി പറയുന്നുണ്ട്, ഞാൻ അവളുടെ അമ്മായിമാരടുത്ത് ചോദിച്ചപ്പോൾ അവളുടെ അമ്മായിമാർ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞതാണ്, പക്ഷേ ഇവിടെ വന്നിട്ടില്ല. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ തിരക്കാം ഒന്നുകൂടി. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, ഞാനും എൻ്റേതായ രീതിയിൽ തിരക്കുന്നുണ്ട് അവളെ, അവളുമായിട്ട് സംസാരിച്ചാലേ എന്തായാലും സത്യാവസ്ഥയെന്ന് അറിയാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, എന്നെ വിളിച്ചറിയിച്ചത് ആ ധനലക്ഷ്മിയാണ്, കൺമണിയുടെ ഏട്ടത്തി വിദ്യയാണ് വീട്ടിലെല്ലാവരും അറിയിച്ചത്. രണ്ടുപേരും അറിയിച്ച ഒരേ സമയത്താണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഗൂഢാലോചന ഇത് പിന്നെ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ധനലക്ഷ്മിയും ഈ വിദ്യയും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും വരാൻ ഒരു സാധ്യതയില്ല. അല്ലാതെ എന്തൊക്കെ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. എന്തായാലും കൺമണിയെ കണ്ടാലേ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞ് കൃഷി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന സുമിത്രയാണ്. പിന്നീട് കൃഷി മഹിയെ അടുത്ത് പറയുന്നുണ്ട്, എടാ ദേവജിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞോന്ന്. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, ദേവജി വരുന്ന വഴിയാണ്, പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മിത്ര സ്വന്തം മോളെ അടിച്ചിട്ടിട്ട് വലിയ മിടുക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ലാലിയെ കിളിയനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മോളെ നോക്കാനായിട്ട്. അങ്ങനെ ലാലിയെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയാണിപ്പോൾ ഭാഗ്യശ്രീ എന്നുള്ള കാര്യമൊക്കെ. ആ സമയത്ത് ലാലി പറയുന്നുണ്ട്, ഞാൻ മുറിവൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ലാലി പറയുന്നുണ്ട്, എന്തായാലും നീ നിൻ്റെ ഈ സിം അങ്ങ് കളഞ്ഞിട്ട് ഞാൻ തന്ന സിം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒളിവിലായി തന്നെ നിന്നാൽ മതി, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇക്കാര്യം ആരും അറിയില്ല, രഹസ്യമായിരിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നീട് ലാലി ചോദിക്കുന്നുണ്ട്, സ്വന്തം മോളെയല്ലേ അടിച്ചു വീഴ്ത്തിയത്, ഇത് കുറച്ച് കടുപ്പമായില്ലേന്ന്. ആ സമയത്ത് നമ്മുടെ സുമിത്ര പറയുന്നുണ്ട്, സ്വന്തം മോളായാലും ആരായാലും എൻ്റെ ശത്രുവാണെങ്കിൽ അവരെ കൊന്നിരിക്കും ഞാൻ, അതുകൊണ്ട് തന്നെ അവൾ അടിച്ചത്, അവൾ എന്നെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ലാലി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കോൾ കട്ട് ചെയ്യുന്നുണ്ട് സുമിത്ര. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.